ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മ്യൂസിക് സ്കൂളിലേക്ക് വന്നെത്തിയ ശ്യാമ പർദ്ദ മാറ്റുന്നത് കണ്ട് ഉടനെ അമൃത പറഞ്ഞു, അതെ ഈ തട്ടം ഇങ്ങനെ മാറ്റിവെക്കല്ലേ, ഇതിവിടെ ചിലപ്പോൾ രാധികമോ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൈയോടെ പിടികൂടും, അതുകൊണ്ട് തൽക്കാലം പർദ്ദയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നല്ലത് എന്ന് പറഞ്ഞ് ശ്യാമയോട് ആ പർദ്ദ ഇട്ടോളാനായിട്ട് അമൃത എടുത്തി അറിയിച്ചു. ഈ സമയം അപ്പുറത്ത് മാറുന്ന നേരത്തെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഐശ്വര്യയും മാലതിയും ഒരു കാര്യം മനസ്സിലാക്കി. ശ്യാമ മകളെ കണ്ടെത്തിയെങ്കിലും മകളുടെ മുന്നിൽ ശ്യാമ പ്രത്യക്ഷപ്പെടുന്നത് ഒറിജിനൽ ശ്യാമയായിട്ടല്ല, സ്വയം അമ്മയാണെന്നുള്ള ഒരു പരിചയപ്പെടുത്തൽ ശ്യാമ ഇതുവരെയായിട്ടും മകൾക്ക് മുന്നിൽ നടത്തിയിട്ടില്ല എന്ന് ഐശ്വര്യ തിരിച്ചറിയുന്നു. അപ്പോഴേക്കും മാലതി പറഞ്ഞു, മാഡം ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചതും ഉടനെ തന്നെ മകളും ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ, അതുകൊണ്ട് നമുക്കിവിടെ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ മാലതി പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി കുറേ തവണ ഇത്രയും നേരം നമ്മൾ കാത്തുനിന്നു, ഇനി മകൾക്കും വേണ്ടി ഈ കാത്തിരിപ്പ് തുടരണോ എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ഉത്തരങ്ങൾ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞാൻ കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഉത്തരങ്ങൾക്കടുത്ത് എത്തിയപ്പോഴുള്ള ആകാംക്ഷയും ആ ഒരു താല്പര്യവും ഉണ്ടല്ലോ, അത് എനിക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ഇനി എത്ര നേരം എന്നല്ല, ഇനി രാത്രി വരെ നിന്നാലും എനിക്ക് ആ ത്രില്ലുണ്ടാവും എന്ന് ഐശ്വര്യ പറയുന്നു. അപ്പോഴാണ് ശ്യാമയുടെ അരികിലേക്ക് എത്താനായും വീട്ടിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയ രാധിക സൂര്യയ്ക്ക് കൊടുക്കേണ്ട ആ മരുന്നുകളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ കൽപ്പനയെടുത്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏട്ടത്തി ചിലപ്പോൾ ഒന്നും ശ്രദ്ധിച്ചെന്ന് വരില്ല, അതുകൊണ്ട് മുത്തശ്ശി കൃത്യമായി തന്നെ അത് ചെയ്യണമെന്നും ഏട്ടൻ ചിലപ്പോൾ മടി കാണിച്ചാലും മുത്തശ്ശി നിർബന്ധിച്ച് അതൊക്കെ കഴിപ്പിക്കണമെന്നുമൊക്കെ രാധിക മുത്തശ്ശിയെ പറഞ്ഞേൽപ്പിച്ചു. അതെല്ലാം ഞാൻ ചെയ്തോളാമെന്നും മുത്തശ്ശി അപ്പോഴേക്കും ചോദിച്ചു, അല്ല സ്കൂളിൽ ചെന്നതിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സ്കൂളിൽ എങ്ങനെ സമാധാനത്തോടെ പോയെന്ന് പഠിപ്പിക്കും എന്ന് അന്വേഷിച്ചപ്പോൾ രാധിക മുമ്പൊരു വട്ടം നടന്ന ആ സംഭവം പറയുന്നു. ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ക്ലാസ്സിൽ ചെന്നിരുന്നപ്പോൾ ഒരു ദിവസം ക്ലാസ്സിലൊരു കുട്ടിയെ ഞാൻ അച്ഛന്ന് കയറി വിളിച്ചെന്നും അതിൻ്റെ പേരിൽ വലിയൊരു തമാശ തന്നെ അവിടെ നടന്നുവെന്നുമൊക്കെ രാധിക പറയുന്നു. അതെല്ലാം കേട്ട് എന്നാൽ ഇനി സമയം വൈകണ്ട, മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞ് രാധികയെ മുത്തശ്ശി യാത്ര അയക്കുമ്പോൾ രാധിക മുന്നോട്ട് കുറച്ച് നടന്നു കഴിയുമ്പോഴേക്കും മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു പൂച്ചട്ടി താഴേക്ക് വീഴുന്നു. രാധിക അവിടുന്ന് നീങ്ങിയ ആ നിമിഷം തന്നെ പൂച്ചട്ടി കൃത്യമായി രാധികയുടെ തലയിൽ വന്ന് വീഴത്തക്ക രീതിയിൽ അല്പം മാറി അത് വീഴുന്നു. രാധിക ഒരു സെക്കൻഡ് നേരം കൊണ്ട് രാധികയുടെ തലയിൽ നിന്ന് അത് വീഴാതെ രാധികത്തെ രക്ഷപ്പെട്ടു. ഇത് കണ്ടതും മുത്തശ്ശിയും ബിജുവും അതിശയപ്പെട്ട് ഓടിയെത്തി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചതും ബിജുവിനോട് മുത്തശ്ശി ദേഷ്യപ്പെട്ടു. നീയല്ലേ ഇതെല്ലാം ശരിയാക്കുന്നത്, നീ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടല്ലേ എന്ന് ചോദിച്ച് ബിജുവിനോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് രാധിക അത് ക്ലീൻ ചെയ്യാൻ തയ്യാറായി. രാവിലെ ഇറങ്ങിയപ്പോൾ മുതൽ മുത്തശ്ശി ദുശകനത്തെക്കുറിച്ച് പറയുകയാണ്. എന്തായാലും ഇതും മുത്തശ്ശിക്ക് അതൊരു ശകുനമായി മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞതും ബിജുവിനോട് മുത്തശ്ശി പറഞ്ഞു, എടാ ബിജു, നീ തന്നെ ഇനി മോളെ കൊണ്ടുപോയി സ്കൂളിൽ വിട്ടിട്ട് വാ, വണ്ടിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞതും ഉടനെ ശരി എന്നാൽ ഞാൻ കൊണ്ടുപോയി വിടാം മുത്തശ്ശി എന്ന് ബിജു സമ്മതിച്ചു. അപ്പോഴേക്കും രാധിക പറഞ്ഞു, എന്നാൽ ഞാനത് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി അത് സമ്മതിക്കുന്നില്ല. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു, ഞാനിവിടെ ഉള്ളപ്പോൾ ഞാനിത് ചെയ്തോളാം, ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് മുത്തശ്ശി ചെയ്തു എന്ന് പറഞ്ഞ് രാധിക വേഗം അതെല്ലാം ക്ലീൻ ചെയ്തു. അതിനുശേഷം മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞ് രാധിക കാറിൽ ചെന്ന് കയറുന്നു. കാറിലേക്ക് കയറിയതും ബിജു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഉടനെ മുത്തശ്ശി അരികിലേക്ക് വന്ന് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് രാധികയും ബിജുവും അങ്ങനെ നിൽക്കുന്ന നേരത്ത് ബിജു വന്ന് ബോണറ്റ് നോക്കി പൊക്കി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയപ്പോൾ അതിലേതോ വയറ് കട്ടായി കിടക്കുന്ന കണ്ടു. അപ്പോൾ ഇനി വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വരണമെന്ന് ബിജു അറിയിച്ചു. അപ്പോഴേക്കും സമയം പോകുമല്ലോ എന്ന് രാധിക ആകെ ടെൻഷനിലായി. ഉടനെ മുത്തശ്ശി പറഞ്ഞു, മോളെ ഇത്രയൊക്കെ ആയെങ്കിലും ഇന്നിപ്പോൾ പോകണ്ട, രാവിലെ മോള് പോകാൻ ഇറങ്ങിയപ്പോൾ മുതൽ ദുശകരങ്ങളാണ് കാണുന്നത്, ഇത്രയൊക്കെ കണ്ടിട്ട് മോളിനി പോകുന്നത് ശരിയല്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. എന്തായാലും ഇന്ന് വരുന്നില്ലെന്ന് മോള് സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാൻ പറയുമ്പോൾ രാധിക ശരിയെന്ന് സമ്മതിക്കുന്നു. അപ്പോഴേക്കും ഇത്രയും നേരമായിട്ട് മോളെ കാണാത്തതിൻ്റെ നിരാശയായിരുന്നു ശ്യാമയുടെ മനസ്സിൽ. ഇന്നലെ രാത്രിയിൽ കണ്ട ആ ദുസ്വപ്നം അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നും അതുകൊണ്ടാണ് മോളെ കാണാൻ വല്ലാതെ തിടുക്കമാവുന്നതെന്നും ശ്യാമ അമൃതയെടുത്തിയോട് അറിയിച്ചു. എന്തായാലും മോള് വരാനുള്ള സമയമാകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഓഫീസ് റൂമിൽ പോയിരിക്കാമെന്ന് പറഞ്ഞ് ശ്യാമയും വിളിച്ചുകൊണ്ട് അമൃതയെടുത്തി പോകുന്നു. അപ്പോഴേക്കും ശ്യാമയോട് ഇപ്പോൾ ഈ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്, മോളെ കണ്ടെത്തിയതിന് ശേഷം ഇത്തരം സ്വപ്നങ്ങളൊന്നും കാണാറില്ലെന്ന് ഞാൻ കരുതിയത് എന്ന് അമൃതയെടുത്തി പറയുമ്പോൾ അത് കേട്ടതും ശ്യാമ പറഞ്ഞു, ശരിയാണ്, പക്ഷേ ഈയിടെയായിട്ട് എന്തോ വീണ്ടും അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങി, എന്താണെന്നറിയില്ല എടുത്തി എന്ന് വിഷമത്തോടെ ശ്യാമ പറയുന്നു. അതിനുശേഷം ഇരുവരും കൂടി ഓഫീസ് റൂമിലേക്ക് പോകുന്നു. അപ്പോഴേക്കും അമൃതയെടുത്തി പറഞ്ഞു, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ രാധികയെ കൂടെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ശ്യാമ മറ്റൊന്നും മടിക്കേണ്ടതില്ല. ഐശ്വര്യയും ഗുണ്ടുകളെയാണ് പേടിക്കുന്നതെങ്കിൽ അതൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ശ്യാമ, ഈ ഒരു വസ്ത്രത്തിൻ്റെ മറ മാത്രമേ നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഇടയിലുള്ളൂ. ഈ വസ്ത്രം മാറ്റി ലോകത്തോട് വിളിച്ചു പറയണം ഇതെൻ്റെ മകളാണെന്ന്. പിന്നെ ഐശ്വര്യയും ഗുണ്ടുകളെയും അവരെ നേരിടാൻ ശ്യാമയ്ക്ക് പോലീസ് ഫോഴ്സിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാലോ. എത്ര വലിയ ഉദ്യോഗസ്ഥനോട് വേണേലും ശ്യാമയ്ക്ക് തൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ആവശ്യപ്പെടാലോ.
ഒരു പ്രശ്നവും ഇല്ലല്ലോ. ശ്യാമ VIP അല്ലേ? ആ നിലയ്ക്ക് ആരോട് വേണേലും പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാൽ ശ്യാമയ്ക്കും മകൾക്കും അത് ലഭിക്കും. പിന്നെ എങ്ങനെയാണ് ഐശ്വര്യയും ഐശ്വര്യയുടെ ഗുണ്ടകളും ശ്യാമയെ അറ്റാക്ക് ചെയ്യുക? അതുകൊണ്ട് ശ്യാമയുടെ ആ ഒരു സെലിബ്രിറ്റി എന്നുള്ള ശ്യാമയുടെ ആ പദവി ശ്യാമ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പെട്ടെന്ന് ആലോചിച്ചു, ഇന്നേവരെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഏട്ടത്തി. എന്തായാലും ഇപ്പോൾ ഒരു ധൈര്യം തോന്നുന്നു എന്ന് ശ്യാമ ഏട്ടത്തിയോട് പറയുന്നു. എന്നാൽ ശരി, നമുക്ക് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഓഫീസ് റൂമിൽ ചെന്നിരുന്നു. ഈ സമയത്ത് ശ്യാമയെ വീണ്ടും മോളെ കാണാത്തതിന് നിരാശയിൽ അമൃതേടത്തിയോടൊന്ന് ഫോൺ ചെയ്യാനായിട്ട് അറിയിച്ചു. അമൃത ശ്യാമയെ പറഞ്ഞതനുസരിച്ച് രാധികയെ വിളിക്കണം. രാധിക കോൾ എടുത്തിട്ട് പറഞ്ഞു, അത് പിന്നെ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല അമൃത മാഡം. കാരണം ഫിദ മാഡത്തോടൊന്ന് ചോദിക്കുമോ ഇന്ന് എനിക്ക് ലീവ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും ഉടനെ അമൃത പറഞ്ഞു, ഫിദേൻ്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ഉടനെ ഫിദയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തതും രാധിക പറഞ്ഞു, മാഡം ഇന്ന് വരാൻ എനിക്ക് സാധിക്കില്ല എന്നറിയിച്ചു. എന്താ മോൾക്ക് എന്തെങ്കിലും പനിയോ മറ്റോ അസൗകര്യമുണ്ടോ എന്ന് ചോദിച്ചതും അതല്ല, വരാൻ വൈകി ഇറങ്ങാൻ വൈകിയല്ലോ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അതിനെന്താ മോളെ പ്രശ്നം? ഇത് മോളുടെ സ്ഥാപനമല്ലേ, മോൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. വൈകിയെന്നോർത്ത് ടെൻഷൻ ആവണ്ട. പിന്നെ മോളിന്ന് വരുമല്ലോ എന്നോർത്ത് എനിക്കും അമൃതയ്ക്കും മറ്റു ചില പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ ഏൽപ്പിച്ചിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് പോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എത്താം മാഡം എന്ന് പറഞ്ഞ് രാധിക ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, അല്ല മോൾ എന്ത് പണിയാണ് കാണിച്ചത്? ഇന്ന് ചെല്ലില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, അല്ല മുത്തശ്ശി, ഞാൻ ചെല്ലുമെന്നോർത്ത് അവർക്കിന്ന് മറ്റെന്തോ പ്രോഗ്രാമുണ്ട്. അപ്പോൾ എന്നെ മ്യൂസിക് സ്കൂളിൽ ഏൽപ്പിച്ചിട്ട് പോകാനാണ്. ഇത്രയും വലിയൊരു സ്ഥാനം എനിക്ക് തരുമ്പോൾ ഞാനത് കണ്ടില്ലെന്ന് അടിക്കുന്ന മോശമല്ലേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ, ശരി എന്നാൽ മോള് പോയിട്ട് വാ എന്ന് മനസ്സോടെ മുത്തശ്ശി സമ്മതിച്ചു. അവിടുന്ന് രാധിക പറഞ്ഞയക്കാൻ ഒരുങ്ങുമ്പോൾ മുത്തശ്ശി ബിജുവിനോട് പറഞ്ഞു, ബിജു എന്തായാലും മോളെ ഒരു ഓട്ടോ വിളിച്ച് കയറ്റിവിട്, അത് നല്ലത് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വാതിലേക്ക് ഇറങ്ങിയേക്കാമെന്ന് പറഞ്ഞ് ബിജുവും രാധികയും കൂടി നേരെ റോഡിലേക്ക് പോകുന്നു. അപ്പോഴേക്കും മുത്തശ്ശി മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ എന്തിനാ എൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ ആശങ്കപ്പെടുന്നത്? രാവിലെ മുതൽ വല്ലാത്ത ദുശ്ശകനങ്ങളാണല്ലോ കാണുന്നതും എന്ന് പറഞ്ഞ് ആകെ മോൾക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നു. പിന്നീട് ശ്യാമയെ കണ്ടതുപോലെ ഇനി മകളെയും കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഐശ്വര്യ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ മാലതിയാകുന്ന നിരാശയോട് ചോദിച്ചു, അല്ല മേഡം, നമ്മളിങ്ങനെ കാത്തു നിന്നിട്ട് കുറേ നേരമായല്ലോ, ഇനി എത്ര നേരം നിൽക്കേണ്ടി വരും എന്നൊക്കെ ടെൻഷനോട് ചോദിച്ചു. ഉടനെ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകും, എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഉടനെ എല്ലാത്തിനും ഒരു തീരുമാനമാകുമെന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. എന്തായാലും ഇപ്പം തന്നെ മകളെത്തും, നമുക്ക് നോക്കാമെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ രാധിക ഒരു ഓട്ടോയിൽ മ്യൂസിക് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നു. വരുന്നതിനിടയിൽ ആ ഡ്രൈവർ പറഞ്ഞു, അതെ മോളെ, ഞാൻ പമ്പിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോഴേക്കും കളിമംഗലത്തെ ഓട്ടോ ആയതുകൊണ്ട് മോളെ കൂട്ടിയത്, ഇത് എവിടെ വരെ പോകുമെന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, ഞങ്ങളുടെ മ്യൂസിക് സ്കൂളിനടുത്ത് ഒരു പമ്പുണ്ട് ചേട്ടാ, അവിടുന്ന് അടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടും ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വണ്ടി വഴിമുടക്കി. ഉടനെ വണ്ടി നിന്നു പോയതും ഡ്രൈവർ പറഞ്ഞു, കണ്ടില്ലേ മോളെ, ഞാൻ പറഞ്ഞില്ലേ പണി പാളിയല്ലോ എന്ന് പറഞ്ഞതും, ഓ സാരയില്ല ഏട്ടാ, ഇനിയിപ്പം ഞാൻ ഇവിടുന്ന് നടന്നോളാം എന്ന് പറഞ്ഞ് രാധിക ഇറങ്ങി. യാത് സാരയില്ല, ഞാൻ വേറൊരു വണ്ടി വിളിച്ചു തരാം മോളെ എന്ന് പറഞ്ഞതും, കുഴപ്പമില്ല, ഇവിടുന്ന് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് പറഞ്ഞ് രാധിക അദ്ദേഹത്തിന് പണവും നൽകി. നിർബന്ധപൂർവ്വം അദ്ദേഹത്തിന് പണം കൊടുത്തിട്ട് രാധിക അവിടെ നിന്ന് നടന്നു നീങ്ങി. നടന്നു പോകുന്നതിനിടയിൽ രാധികയുടെ ചെരുപ്പ് പൊട്ടിപ്പോകുന്നു. ഇതെല്ലാം കണ്ടതോടെ രാധികയ്ക്കാകെ ടെൻഷനായി. പൂജാമുറിയിൽ രാധിക വീണ്ടും തെളിയിച്ച് വെച്ചിട്ട് പോയ ആ നിലവിളക്ക് വീണ്ടും നിലത്ത് വീണ് തിരികെട്ട് പോകുന്നു. ഈ സമയത്ത് രാധികയുടെ ചെരുപ്പ് പൊട്ടിയതോടെ രാധിക ഓർത്തു, ഈശ്വര, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? മുത്തശ്ശി പോകണ്ടെന്ന് പറഞ്ഞതുവാ. ഇവിടെ ഫിദ മേഡം ആണെങ്കിൽ കാത്തു ഇരിപ്പുണ്ട്, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് രാധിക വേഗം മ്യൂസിക് സ്കൂളിലേക്ക് നടന്നു നീങ്ങി. അങ്ങനെ അവസാനം ഐശ്വര്യയുടെയും മാലതിയുടെയും മുന്നിലേക്ക് രാധിക എത്തിച്ചേരുന്നു. രാധിക അവിടേക്ക് നടന്നു വരുന്നത് കണ്ട് ഐശ്വര്യയും മാലതിയും മാറി നിന്നു. ഓ, ഇത് ശ്യാമ മേഡത്തെ പോലെ തന്നെയുണ്ടല്ലോ, ഒറ്റ നോട്ടത്തിൽ ഇത് ശ്യാമ മേഡത്തിൻ്റെ മകൾ തന്നെയാണെന്ന് ആരും പറയുമല്ലോ എന്ന് മാലതി പറഞ്ഞു. ഇത് കേട്ടതും ഐശ്വര്യ പറഞ്ഞു, എന്തായാലും ഇനി അമ്മയും മകളും തമ്മിലുള്ള സംസാരം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. രാധിക വേണം പറയാൻ ഇനി അവർക്കിടയിൽ എങ്ങനെയുള്ള ബന്ധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന്. അമ്മയെ മകൾ തിരിച്ചറിഞ്ഞോ അതോ അമ്മയാണെന്നുള്ള കാര്യം മകളോട് ശ്യാമ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇനി അവരുടെ സംസാരത്തിൽ നിന്ന് മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും നമുക്ക് നോക്കാം, ഈ നേരിട്ട് ചെന്നാൽ നമുക്കറിയാൻ കഴിഞ്ഞെന്ന് വരില്ല, നമുക്ക് ഒളിഞ്ഞു നിന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഓഫീസ് റൂമിൻ്റെ സൈഡിലെ ജനലിനരികിൽ ചെന്ന് ഐശ്വര്യയും മാലതിയും കാതോർക്കുന്നു.